നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗിർ പശുവിനെയും HFനെയും ഒന്നിപ്പിച്ച് ബ്രീഡ് ചെയ്യിച്ചുണ്ടാക്കിയ ബ്രസീലിന്റെ സ്വന്തം ഗിർലാൻഡോ പശുക്കളെ പറ്റിയാണ്. ഗിർലാൻഡോ എന്നത് ഒരൊറ്റ ക്രോസിങ്ങിലൂടെ ഉണ്ടായി വന്നതല്ല. ഗിറും HFും തമ്മിലുള്ള ക്രോസിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ബ്രീഡിംഗ് വഴി പല തലമുറകൾക്ക് ശേഷം ഉണ്ടായി വന്ന ഒരു ബ്രീഡാണ് ഗിർലാൻഡോ എന്ന് പറയുന്നത്. ഒരു നല്ല ഗിർലാൻഡോ പശുവിൽ 60 മുതൽ 70% വരെ HFും അതേപോലെ തന്നെ 30% മുതൽ 40%-ത്തിനുള്ളിൽ ഗിറും അടങ്ങുന്നതാണ് ഒരു നല്ല ഗിർലാൻഡോ പശു. ഗിർ പശുവിന്റെ ചൂട് സഹിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള ഗുണവും ലഭിക്കുമ്പോൾ HF പശുക്കളുടെ നല്ല പാലുൽപാദനവും കൂടി ലഭിക്കുന്നതാണ് ഗിർലാൻഡോ പശുക്കളുടെ സവിശേഷത. അതുകൊണ്ട് തന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ ഗിർലാൻഡോ പശുക്കൾക്ക് നല്ല സാധ്യതയാണുള്ളത്. പാലുൽപാദനത്തോടൊപ്പം തന്നെ നല്ല ശരീരഘടനയും വിവിധ കാലാവസ്ഥയോടെ എളുപ്പത്തിൽ ഇണങ്ങിച്ചേരാനുള്ള കഴിവും ഇവരുടെ പ്രത്യേകതയായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലെ ക്രോസ് ബ്രീഡ് പശുക്കളെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. സിസ് ബ്രൗണും HFും ജേഴ്സിയും എല്ലാം അടങ്ങുന്ന ക്രോസ് ബ്രീഡ് പശുക്കളെ പറ്റി. എന്നാൽ അതിൽ നിന്നും അല്പം വ്യത്യസ്തരാണ് നമ്മുടെ ഗിർലാൻഡോ. അത് പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. എന്നാൽ ഗിർലാൻഡോയുടെ പാലുൽപാദനത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. മികച്ച പരിപാലനം ലഭിച്ച ഒരു ഗിർലാൻഡോ പശുവിന് പ്രതിദിനം 25 ലിറ്റർ പാലിന് മുകളിലേക്ക് ഉൽപാദനം തരുവാൻ സാധിക്കും എന്നതാണ് കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇതും പശുവിന്റെ ജനിതക ശേഷി, തീറ്റ, പരിപാലനം, അതുപോലെ ലാക്ടേഷൻ പീരീഡ് ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കും എന്നത് വാസ്തവമാണ്. ഒരു ഗിറിനെയും HFനെയും ക്രോസ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ HF പശുവിൽ ഒരു ഗിർസമൻ കുത്തിവെച്ചാൽ ആദ്യത്തെ ബ്രീഡിങ്ങിൽ തന്നെ ആദ്യം ഉണ്ടാകുന്ന കുട്ടി ഗിർലാൻഡോ ആകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അതിന് ചില പ്രോസസ്സുകളുണ്ട്. ഗിർലാൻഡോ എന്നത് ഒരു ബ്രീഡിംഗ് കോമ്പോസിഷൻ ലക്ഷ്യമിട്ട് പല തലമുറകളായി വികസിപ്പിച്ചെടുത്ത ഒന്നാണ്. ഒരു ഗിർലാൻഡോയിൽ 8-ൽ 5% HFും 8-ൽ 3% ഗിറും എന്നതാണ് കണക്ക്. കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം 62.5% HFും അതേപോലെ തന്നെ 37.5% ഗിറുമാണ് ഒരു ഗിർലാൻഡോ. അതിനാൽ തന്നെ ഒരു ഗിർ HF ക്രോസ് കിടാവിനെ ഗിർലാൻഡോ എന്ന് വിളിക്കുന്നതിനേക്കാൾ അതിന്റെ ബ്രീഡിംഗ് കോമ്പോസിഷനും ബ്രീഡിംഗ് ഹിസ്റ്ററിയും നോക്കി അതിനെ ഗിർലാൻഡോ ആണോ എന്ന് പരിശോധിക്കുന്നതാണ് കൃത്യം. ഗിറിന്റെ കരുത്തും കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനുള്ള ശേഷിയും HFന്റെ പാലുൽപാദനവും വരുന്നതാണ് എപ്പോഴും ഗിർലാൻഡോയുടെ പ്രത്യേകത. ഗിർലാൻഡോ എന്ന ഇനം രൂപപ്പെടുന്നത് ബ്രസീലിലാണ്. ബ്രസീലിലെ ചൂടുള്ള കാലാവസ്ഥയോട് യോജിച്ചു പോകുന്ന ഗിറും അതേപോലെ തന്നെ ബ്രസീലിൽ കൂടുതലായി ഉൽപാദനം തരുന്ന HFനെയും അവർ ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് പിന്നീട് ഗിർലാൻഡോ എന്ന പേരിൽ അറിയപ്പെടാനും ഉൽപ്പാദിക്കപ്പെടാനും തുടങ്ങിയത്. 20-ാം നൂറ്റാണ്ടോടുകൂടി ബ്രസീലിൽ ഈ ക്രോസ് ബ്രീഡിംഗ് വല്ലാണ്ട് പ്രചാരം നേടി. അത് ഗിർലാൻഡോയെ അവിടുത്തെ പ്രധാന ഡയറി കാറ്റലായി തിരഞ്ഞെടുക്കുവാൻ കാരണവുമായി. ഇന്ന് ബ്രസീലിലെ ഡയറി മേഖലകളിൽ ഗിർലാൻഡോ പശുക്കളെ വ്യാപകമായി വളർത്തുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും വളരെ കുറച്ച് ഗിർലാൻഡോ സെമനുകൾ ലഭിക്കുന്നുണ്ട്. ചില സെമനുകൾക്ക് 8,000 രൂപ വരെ വിലയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.